Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, good morning. മാം നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ മാം? മാമിനെ കാണാൻ പറ്റുന്നില്ല, പിന്നെ മൈക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല മാം. ഇപ്പൊ ശരിയായില്ലേ? മാമിന്റെ ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഒരു ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട്. ആണോ? ആദ്യം തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നു സൗണ്ട്, ഓഡിയോ, വീഡിയോ, ക്യാമറ ഒന്നും ഫങ്ഷൻ ചെയ്യുന്നുണ്ടായില്ല. അത് കഴിഞ്ഞിപ്പോ ഇപ്പൊ കറക്റ്റ് ചെയ്തപ്പോ വിസിബിൾ അല്ലേ? ഓക്കെ ആണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നെറ്റ് പ്രോബ്ലംസും പിന്നെ എന്താ പറയാ പവർ ഫെയിലിയറും ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ എന്തൊക്കെയോ എന്താ പറയാ ജോലികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഇവിടെ പവർ ഫെയിലിയറും ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ അപ്പൊ പവർ ഫെയിലിയർ ആകുമ്പോ ഈ പറയുന്ന നെറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? സൗണ്ട് ക്ലിയർ ആയോ? എന്റെ സൗണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഓക്കെ, നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എവിടെ വരെ എടുത്തത് വല്ല പിടിപാടുണ്ടോ? എവിടെ എടുത്തത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, റൈറ്റ്? അതല്ലേ? കുറച്ച് കഴിഞ്ഞ് പറയരുത് അയ്യോ അവിടെ വരെ എത്തിയില്ല എന്ന് പറയരുത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഭാഗത്താണ് നമ്മൾ അവിടെ എത്തിയേ, അല്ലേ? അതാണോ? എന്തെങ്കിലും പറയാൻ പറയില്ല. ഇനി അതല്ലാന്ന് പറയരുത്. അതല്ലേ നമ്മള് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ആ ഒരു 4 പോയിന്റ് അല്ല 5 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞോ? ഇല്ലല്ലോ. ബെനിഫിറ്റ് തുടങ്ങി പറയാനുള്ള 5 പോയിന്റും പറഞ്ഞു കഴിഞ്ഞോ? ആ പേജിലല്ലേ തീർന്നുള്ളൂ? അല്ല, ബെനിഫിറ്റ് തുടങ്ങി പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സ്കീമാണ്, ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ അതിന്റെ അതന്നെ ഞാൻ പറഞ്ഞ ആ പോയിന്റുകൾ പറയാനുണ്ട്. അപ്പൊ നമ്മള് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്? ഇതിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്ന ഒരു കോർപ്പറേഷന്റെ പേര് നമ്മൾ പറഞ്ഞു അല്ലെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതൊരു സെമി ഗവൺമെന്റ് ബോഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും അതുപോലെ തന്നെ അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലും ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1948 ESI എന്ന് പറയുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ബെനിഫിറ്റുകൾ, അതിൽ പ്രധാനമായിട്ടും 2 ബെനിഫിറ്റുകളെ കുറിച്ച് അവർ എടുത്തു പറഞ്ഞു. സിക്നസ് ബെനിഫിറ്റും മെറ്റേണിറ്റി ബെനിഫിറ്റും. ടു അവൈഡ് ദ സിക്നസ് ബെനിഫിറ്റ്, അതായത് നമുക്ക് ആ സിക്നസ് ബെനിഫിറ്റിന്റെ ആ ഒരു ലഭ്യത ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്, ആ സിക്നസിന് മുൻപ് ഒരു 78 ഡേയ്സ് ആ ഒരു വർക്കർ ആരാണോ ജോലിക്കാരൻ, മേ ബി അത് എന്താ പറയാ മെന്നാകാം വിമനാകാം ആരെങ്കിലും ആവട്ടെ, അവർക്ക് ഉണ്ടാകുന്ന അവര് ആ ഒരു സിക്നസ് വരുന്നതിന് തൊട്ട് മുന്നുള്ള 78 ദിവസമെങ്കിലും അവര് ജോലി ചെയ്തിരിക്കണം. ആ ജോലിയിൽ ഇരിക്കുകയായിരിക്കണം അവർക്ക് എന്ത് വരുന്നത്, അസുഖം വരുന്നത്. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു സിക്നസിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഹാസ് ടു വർക്ക് ഫോർ 70 ഡേയ്സ് ഫോർ അവൈലിംഗ് സച്ച് ബെനിഫിറ്റ്. അത്ര ബെനിഫിറ്റ് ഈടാക്കണമെങ്കിൽ അവർക്ക് ഒരു 70 ദിവസത്തോളം ജോലി ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു അല്ലെ?
ഇനി നമ്മൾ ഈ പറയുന്ന ഒരു സ്കീം അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോസ്റ്റ് പ്രോബബ്ലി ഡിസൈൻഡ് ഫോർ ഫാക്ടറി വർക്കേഴ്സ്. പ്രധാനമായിട്ടും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത് തന്നെ ഫാക്ടറി വർക്കേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്ക് ഉണ്ടാകാവുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ ഒക്യുപേഷണൽ ഹസാർഡ്, ദാറ്റ് മീൻസ് തൊഴിൽപരമായിട്ടുള്ള ചില അപകടങ്ങൾ, അതായത് ജോലിയിലിരിക്കുക ഫാക്ടറി വർക്കേഴ്സിനൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ദേ ആർ ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പർപ്പസ്. ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ നേരിട്ട് ജോലി ചെയ്യുന്നവരാണ് വർക്കേഴ്സ്. അപ്പൊ ഉൽപാദനത്തിൽ അവിടെയാണ് നമുക്ക് കൂടുതൽ എന്താ പറയാ ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുന്നത് അല്ലെ. നമ്മുടെ അടുക്കളയിൽ ഏറ്റവും നമ്മുടെ വീടുകളിൽ ഒരു എന്താ പറയാ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള സ്ഥലം അടുക്കളയാണ്. അവിടെ നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ, ഇലക്ട്രിസിറ്റി ഉപകരണങ്ങളാകാം, അതുപോലെ ഗ്യാസ് ആകാം, അതുപോലെ ഫയർ അതായത് തീ വെച്ചിട്ട് കത്തിക്കുന്നതുമാകാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയ ആണല്ലോ. അതുപോലെ തന്നെ ഫാക്ടറീസിൽ ഒരു വലിയ വലിയ ഓർഗനൈസേഷനിലെ ഫാക്ടറി പ്രൊഡക്ഷൻ പർപ്പസിൽ ഡയറക്ട്ലി ബന്ധമുള്ള ആളുകൾ അവർക്ക് ഇതുപോലുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ആക്സിഡന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് ESI എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഡിഫറെന്റ് വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തന്നെ ഒരുപാട് ഫാക്ടറീസിൽ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ESI എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1948. ഇനി അത് കിട്ടണമെങ്കിൽ അതിനൊരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. ദോസ് ആർ ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് ₹21,000. 21,000-ലധികം ശമ്പളമില്ലാത്ത, അതായത് ഒരു മാസത്തിൽ 21,000-ൽ കൂടുതൽ വേജസ് കൂലി വാങ്ങിക്കാത്തവർക്കാണ് ഈ ഒരു സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്, അല്ലെങ്കിൽ അവർക്കാണ് അതിനുള്ള അവകാശമുള്ളത്. ഓക്കെ, ഈ പറയുന്ന സ്കീമിൽ പങ്കെടുക്കണമെങ്കിൽ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് ഓൾസോ എംപ്ലോയി ഹാവ് ടു കോൺട്രിബ്യൂട്ട് ആസ് പ്രീമിയം ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ്. ആര്? എംപ്ലോയറും കൊടുക്കണം, എംപ്ലോയിയും കൊടുക്കണം. കാരണം ഫാക്ടറീസിൽ ജോലി ചെയ്യിപ്പിക്കുന്ന വർക്കേഴ്സിന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിലാക്കി ആ തരം ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള മറ്റ് എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എംപ്ലോയർക്ക് ആ മുഴുവൻ പൈസയും അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. കാരണം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ആ രോഗം വന്നതെങ്കിൽ അത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ. എംപ്ലോയറിന്റെ ഡ്യൂട്ടി ആണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് അവരെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അതിന് ഒരു മുന്നോടിയായിട്ടാണ്, ഒരു പ്രിക്കോഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ എംപ്ലോയറുടെ എന്ത് കൊടുക്കുക, ഒരു ഇൻഷുറൻസിൽ ചേരുക. അപ്പൊ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എംപ്ലോയറും കൊടുക്കണം, എംപ്ലോയിയും കൊടുക്കണം. അതിനൊരു പ്രത്യേക ഒരു കണ്ടീഷൻ പറയുന്നത്, എംപ്ലോയർ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന എംപ്ലോയിയുടെ വേജസിന്റെ എത്രയാണ് അയാളുടെ കൂലി, ആ കൂലിയില് 3.25% ഹാവ് ടു കോൺട്രിബ്യൂട്ട്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന വേജ് ബില്ലിന്റെ എംപ്ലോയിയുടെ വേജസ് എത്രയാണോ അതിന്റെ 3.25% എംപ്ലോയർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ എംപ്ലോയിയും കൊടുക്കണം. എംപ്ലോയി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ വേജസിന്റെ 0.75% ആണ്, 0.75%. ഇത് രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് 4%. അതായത് വേജസിന്റെ 4% മൊത്തം പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് ആരടയ്ക്കണം, ഈ പറയുന്ന ESIയുടെ ഭാഗമാകാനായിട്ട് കൊടുക്കണം. അത് മുഴുവനായിട്ട് ഒരാളല്ല കൊടുക്കുക, എംപ്ലോയർ അതിന്റെ മെജോറിറ്റി പാർട്ട് 3.25%. കൂടുതൽ ഭാഗവും അത് കൊടുക്കേണ്ടത് എംപ്ലോയർ ആണ്, 3.25%. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മാർക്ക് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് എംപ്ലോയി ഹാസ് ടു കോൺട്രിബ്യൂട്ട് 0.75% ഓഫ് ഹിസ് വേജ് ബിൽ. തന്റെ വേജ് ബില്ലിന്റെ 0.75% എംപ്ലോയിയും കൊടുക്കണം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ഈ ഒരു കോൺട്രിബ്യൂഷനിലേക്ക് അടച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ESIയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കീമിന്റെ ഭാഗമാകുന്നത്. ആൻഡ് വീണ്ടും ഒരു കണ്ടീഷൻ കൂടി പറയുന്നത്, എംപ്ലോയി ഈസ് ഡ്രോയിങ് എ വേജ് ലെസ് ദാൻ 176 rupees per day. ഒരു ദിവസത്തിൽ 176 രൂപയിൽ കുറവ് കൂലി വാങ്ങിക്കുന്ന ഒരു എംപ്ലോയിക്ക് ആണെങ്കിൽ ഹാവ് നോട്ട് ടു ബി പെയ്ഡ്. ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ളതിൽ നിന്നും ആളെ ഒഴിവാക്കിയിരിക്കുകയാണ്. ബിക്കോസ് ആൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് 176 രൂപയിൽ കുറവാണെങ്കിൽ ആ ആള് അത്തരം എംപ്ലോയീസ് ഈ പറയുന്നതിലേക്ക് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട ആവശ്യമില്ല. ദേ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കോൺട്രിബ്യൂഷൻ, പേയ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിൽ നിന്ന് ഈ പറയുന്ന എംപ്ലോയിയെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ്
ബെനിഫിറ്റ്. പിന്നെ അതൊരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. മാത്രമല്ല അതിനെ ഗവേൺ ചെയ്യാൻ, അതിനെ നിയന്ത്രിക്കുന്നത് ആ സെമി ഗവൺമെന്റ് ബോഡി ആയിട്ടുള്ള ESIC ആണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഇനി അതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ്, ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, സിക്നസ് ബെനിഫിറ്റ് അത് കിട്ടുന്നുണ്ട്. അത് പ്രൈമറിലി വർക്കേഴ്സിന് വേണ്ടി, ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ബോത്ത് എംപ്ലോയറും എംപ്ലോയിയും അവരുടെ എംപ്ലോയിയുടെ വേജ് ബില്ലിന്റേത് അടിസ്ഥാനത്തിൽ ബേസിസിലാണ് കൊടുക്കേണ്ടത്. എംപ്ലോയർ 3.25%, എംപ്ലോയി 0.75% കൊടുക്കണം. ഇനി എംപ്ലോയി ദോസ് ഹു ആർ ഡ്രോയിങ് എ വേജ് നോട്ട് ലെസ് ദാൻ ₹176, അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നവര് മാത്രം അടച്ചാൽ മതി. അതിൽ താഴെയുള്ളവരാണെങ്കിൽ they are excluded from the payment of contribution. കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 21,000 രൂപ അല്ലെ കുറവ് വാങ്ങിക്കുന്ന എന്താ പറയാ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്. നൗ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ സിക്നസ് ബെനിഫിറ്റ് കിട്ടും, മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടും. 78 ദിവസം സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 78 ദിവസമെങ്കിലും ആ ജോലിക്കാരൻ ജോലി ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റിന് അർഹത കിട്ടണമെങ്കിൽ 70 days ആ വിമൻ വർക്ക് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. എന്ത് ബെനിഫിറ്റ് കിട്ടണമെന്ന് അന്നേരം അവിടെ പറഞ്ഞില്ല. സോ വി ആർ ഗോയിങ് ടു ലേൺ വിച്ച് ആർ ദ ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ESI. ഈ പറയുന്ന പ്രകാരം എന്ത് ബെനിഫിറ്റ് ആണ് ഇവർ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സിക്നസ് ബെനിഫിറ്റ് ആണ്. സിക്നസ് ബെനിഫിറ്റ് എങ്ങനെ കൊടുക്കുന്നത്? The employee is given at a rate of 70% of the daily wages. അതായത് ഇപ്പൊ ഒരു ആൾക്ക് ജോലി ചെയ്യാൻ പോകുന്ന ഒരാളാണ്, അയാൾ 78 ദിവസത്തിൽ അധികമായി ആ ജോലിയിലേക്ക് കയറിയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്തിരിക്കുന്നു, 78 ദിവസം അതിൽ കൂടുതലൊക്കെ ആയിട്ട്. സോ ആൾക്ക് സിക്നസ് ബെനിഫിറ്റ് കിട്ടും. എങ്ങനെയാണ് സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നത്? അസുഖം വന്നു, ആള് ജോലിക്കൊന്നും പോകാതെ ഇരിക്കുകയാണ്, അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും കൂടാതെ അദ്ദേഹത്തിന്റെ വേജസിന്റെ 70%, അദ്ദേഹത്തിന്റെ കൂലി എത്രയാണ്, ആ ദിവസത്തെ കൂലി എത്രയാണോ അതിന്റെ 70% വേജസ് അയാൾക്ക് എത്ര ദിവസം കിട്ടും? ഒരു ഇയറിൽ 91 ദിവസം. ഒരു ഇയറിൽ 91 ദിവസം പറഞ്ഞാൽ എപ്പോഴൊക്കെ അദ്ദേഹത്തിന് അസുഖങ്ങൾ വന്ന് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാതെ ആയിട്ടുണ്ടോ അങ്ങനെ വരുന്ന ആ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിന്റെ കൂലിയുടെ 70% കിട്ടും. എത്ര ദിവസത്തോളം കിട്ടുന്നതാണ്? 365 ദിവസം കിട്ടില്ല. എത്രയാണ്? 91 days in a year അല്ലെ? ഒരു വർഷത്തില് 365 days ആണ്. അതില് ഒരു 91 ദിവസവും അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹത്തിന്റെ കൂലിയുടെ 70% സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? എനി പ്രോബ്ലം? ഹലോ ഹലോ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ആർക്കാ? അയനക്കാണോ? അയനക്കാണോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് വീണ്ടും രണ്ടാമത് ജോയിൻ ചെയ്യാം കേട്ടോ. ചിലപ്പോ നമ്മുടെ ഇഷ്യൂ ആയിരിക്കാം. ഇപ്പൊ കുഴപ്പമില്ല, ശരിയായി. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ ഒന്ന് അത് നമ്മള് നെറ്റ് റേഞ്ച് ഒക്കെ കുറവുള്ള സ്ഥലത്തായിരിക്കും. ഒന്ന് കുറച്ച് എവിടേക്കെങ്കിലും ഒന്ന് മാറിയിട്ട് ഇരുന്ന് നോക്കാം. നെക്സ്റ്റ് എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. ഇനി സിക്നസ് ബെനിഫിറ്റ് തന്നെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തൊരു സിക്നസ് ബെനിഫിറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ചില രോഗങ്ങൾക്ക്, ചില പ്രത്യേക രോഗങ്ങൾ എടുത്ത് പറയുന്നത് ട്യൂബർകുലോസിസ്, ലെപ്രോസി, ഫ്രാക്ചേഴ്സ്, പിന്നെ മാലിഗ്നസി എക്സെട്ര. അതായത് ചില മാരക രോഗങ്ങള്, ഫ്രാക്ചേഴ്സ്, നമുക്ക് പൊട്ടല്, എന്താ പറയാ എല്ലുപൊട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, ലെപ്രോസി ഈ കുഷ്ഠരോഗം, അതൊന്നും ഇപ്പൊ അധികം കാണുന്ന രോഗമല്ല. ട്യൂബർകുലോസിസ് അതുപോലെ ഇതൊക്കെ ഇന്നൊക്കെ കുറെ അധികം ഒന്നും അത്ര കോമൺ ആയിട്ട് അസുഖമൊന്നുമല്ല. പണ്ടൊക്കെ ഒരു കാലത്ത് ഈ ലെപ്രോസിയും അതുപോലെ തന്നെ ട്യൂബർകുലോസിസ് ഒക്കെ ഒരു കോമൺ ഡിസീസസ് ആയിരുന്നു. ഇന്ന് ഒരുപാട് നമ്മൾ അതിനുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ ചെറുതിലെ തന്നെ എടുക്കുന്നത് കൊണ്ട് ഇന്ന് അങ്ങനത്തെ അസുഖങ്ങളൊന്നും അധികം ആളുകളിൽ കാണുന്നില്ല. അത്ര അധികമൊന്നും നമ്മളിങ്ങനെ കണ്ടോ കേട്ടോ ഇപ്പൊ കേട്ടുകേൾവി പോലും ഇല്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു അത്തരം രോഗങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ സിക്നസ് ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞ തൊട്ട് മുകളിൽ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? 2 വർഷത്തിലേക്കാണ് അവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തേക്ക് അവർക്ക് 80% ഓഫ് ദ വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തോളം അവർക്ക് ആ സിക്നസ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഓൾസോ അത് എത്രയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്, 80% ഓഫ് ദ വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദീർഘകാലമൊക്കെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ആകും. അത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നത് വരെയൊക്കെ
അപ്പൊ അതുപോലെ തന്നെ അവർക്ക് റെസ്റ്റ് ഒക്കെ ആവശ്യമുള്ളതായിരിക്കും. അപ്പൊ അവർക്ക് ആ ലീവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അനുവാദം കിട്ടി കഴിയുമ്പോൾ അവർക്ക് അത്രയും വേജസ്, അവരുടെ വേജസ് എത്രയാണോ ആ ദിവസങ്ങളൊക്കെ അവർക്ക് ആ വേജസിന്റെ 80% പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്. അത് അത്തരം മാരകരോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുക. Then enhanced sickness benefit ഉണ്ട്. Enhanced sickness benefit അത് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൽ ബെനിഫിഷ്യറീസിനും അതുപോലെ തന്നെ ഫിമെയിലുമാണ്. മെയിലിനും ഫീമെയിലും ബോത്ത് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. എന്താ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ധ്യകരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, വന്ധ്യകരണം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അല്ലെ, അതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ചില സിക്നസ് ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവധി കൊടുക്കുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് 7 days മെയിൽസിനാണെങ്കിൽ, ആണുങ്ങൾക്കാണെങ്കിൽ, പുരുഷന്മാർക്ക് 7 ദിവസവും അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം 17 days അവർക്ക് എന്ത് ചെയ്യുന്നത് ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ അവർക്ക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. ഇതെല്ലാം കിട്ടുന്നത് ESI-ലാണ്. എല്ലാ ഇൻഷുറൻസ് സ്കീമുകൾക്കും ഇതൊക്കെ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഓരോ ഇൻഷുറൻസ് സ്കീമുകൾക്കും അവരുടേതായ ടേംസ്, കണ്ടീഷൻസ്, റൂൾസ്, റെഗുലേഷൻസ്, ലിമിറ്റേഷൻസ്, എക്സ്ക്ലൂഷൻസ് വരെയുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത് ഞങ്ങളുടെ ഇൻഷുറൻസിന്റെ പരിധിയിൽ പെട്ടതല്ല, ഞങ്ങൾ ഇത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, അതെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അതിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും, അതിന്റെ ലിമിറ്റേഷൻസ്, അതിന്റെ എക്സ്ക്ലൂഷൻസ്, അതിന്റെ ബെനിഫിറ്റ് മാത്രം നോക്കി ചാടിക്കേറി അതിനകത്തേക്ക് നമ്മൾ തലവെച്ച് കൊടുക്കരുത്. നമ്മൾ ബെനിഫിറ്റ്സ് അറിയുന്നതോടൊപ്പം തന്നെ അതിന്റെ എക്സ്ക്ലൂഷൻസ് ഇന്ന കാര്യത്തിനൊന്നും കിട്ടില്ല, സോ അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ എടുക്കണം എന്നൊക്കെ നമുക്ക് സ്വയം തോന്നണം. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന്റെ ദോഷവും ഗുണവും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ പീരീഡിലേക്ക് അവർക്ക് മെയിൽസിന് 7 days ബെനിഫിറ്റും അതുപോലെ തന്നെ ഫിമെയിൽസിനാണെങ്കിൽ 14 days ബെനിഫിറ്റുമാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്ത്രീകൾക്ക് അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി കേസിലാണ് ഒരു 150 ദിവസം ഫുൾ വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. മുഴുവൻ കൂലിയും കൊടുക്കും 150 ദിവസം അല്ലെ. 150 ദിവസം എന്ന് പറയുമ്പോ നമുക്കറിയാലോ 180 days ആണ്. ഒരു മാസം 30 ദിവസമാണ്. അത്രയും മാസങ്ങള് 30 ദിവസം വെച്ച് നമുക്കറിയാലോ എത്ര മാസം വരും? 30 ദിവസം വെച്ച് എത്ര മാസം വരും? 180 days എന്ന് പറയുമ്പോൾ when we convert it into മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6 മാസം. അതെ, 6 മാസത്തോളം ഇവർക്ക് ഫുൾ വേജസ് ആ ഒരു പീരീഡില് കൊടുക്കുന്നതാണ്. പിന്നെ എന്താ പറയുന്നത്, 6 weeks മറ്റൊരു കാര്യത്തിലും അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മിസ്കാരേജ് ഓർ MTP. എന്താ MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഈ പ്രസവം നിർത്തുന്നത്. പിന്നെ എന്താ പറയാ മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ എന്താ പറയാ പ്രഗ്നന്റ് ആയി പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അബോർട്ടഡ് ആയിട്ട് പോകുക ഒക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കേസസ് ഒക്കെ വരുമ്പോൾ അവർക്ക് റെസ്റ്റ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ഒരു 6 ആഴ്ചകളാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇവന്റിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ് 2 രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കാൻ. 180 days ഫുൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രഗ്നൻസി പീരീഡിലും, ആൻഡ് 6 weeks ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മിസ്കാരേജ് ആൻഡ് ഓൾസോ MTP ഒന്ന് അവിടെ എഴുതി വെച്ചേക്കാം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നൊന്ന് എഴുതി വെച്ചേക്ക്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ഡിസേബിൾഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കുക. ഇത് അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള അംഗവൈകല്യമല്ല, അതായത് ഡിസേബിൾമെന്റ് അല്ല, ഒരു ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ. താൽക്കാലികമായിട്ട് ചിലപ്പോ കയ്യോ കാലൊക്കെ ഒടിഞ്ഞിട്ട് പലരും കുറെ നാളുകളൊക്കെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാൻ പറ്റാതെയായി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുന്ന സമയത്ത് അത് താൽക്കാലികമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അത് ആളുടെ മാറും. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ പേഷ്യൻസിന് 90% ഓഫ് ദ വേജസ് അവർക്ക് കിട്ടുന്ന കൂലിയുടെ 90%, ഇപ്പൊ 1000 രൂപ കിട്ടുന്ന ആൾക്കാണെങ്കിൽ 900 rupees, അതിന്റെ 90% എന്ന് പറയുമ്പോൾ അല്ലെ, അപ്പൊ 900 രൂപയും ആൾക്ക് ക്യാഷ് ആയിട്ട് ആ ഒരു ഡിസേബിൾമെന്റ് പീരീഡിൽ മൊത്തം കിട്ടും. ഡിസേബിൾമെന്റ് പീരീഡ് എത്ര മാസമാണോ, ഇപ്പൊ 2 മാസമാണെങ്കിൽ 2 മാസം, 1 മാസമാണെങ്കിൽ 1 മാസം, ഫുൾ ക്യാഷ് അല്ല, വേജസിന്റെ ഫുൾ എമൗണ്ട് അല്ല, അതിന്റെ 90% ഭാഗവും ആ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്ക് അത് കിട്ടുന്നു. അത് ടെമ്പററി ഡിസേബിൾമെന്റിനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി മറ്റൊരു കാര്യം വീണ്ടും ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഫ്യൂണറൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് ജോലിക്ക് ഇരിക്കുന്ന ഒരാള് അത്തരം ഈ ഒരു ESI-യുടെ ഭാഗമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ആളാണ്, ബെനിഫിഷ്യറി ആണ് മരിച്ചു പോകുന്നതെങ്കിൽ ആളുടെ മരണാനന്തര ചടങ്ങ് എന്ന് പറയുമ്പോൾ ഫ്യൂണറൽ പർപ്പസ് മാത്രമാണ് കേട്ടോ.
മരിച്ചു കഴിയുമ്പോൾ സംസ്കാര ചടങ്ങുകൾ അല്ലെ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു 15,000 ആ ഒരു ഫാമിലിയിലെ എൽഡസ്റ്റ് പേഴ്സണ് കൊടുക്കുന്നതാണ്. അതായത് ആള് ജോലിക്ക് ഇരിക്കുന്ന സമയത്താണ് മരിച്ചേക്കണേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കിടെ മറ്റ് ഫ്യൂണറൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ₹15,000 എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ട് എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർക്കാണ് കൊടുക്കുക. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കൽ ആ വീട്ടിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിലേക്ക് ആയിരിക്കും കൊടുക്കുക. കാരണം നമ്മളെപ്പോഴും ഒരു കുടുംബത്തിന്റെ നാഥൻ അല്ലെങ്കിൽ നാഥ എന്നൊക്കെ പറയുന്നത് ആ വീട്ടിലെ എൽഡസ്റ്റ് പേഴ്സണെയാണ് അല്ലെ. എത്ര വലിയ എന്താ പറയാ ആരോഗ്യമില്ലാത്ത ആളുകളായാലും നമ്മൾ അവരെയാണ് കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ, അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മളത് പറയുക. അപ്പൊ ആൾക്കാർക്കും കൈമാറുക. ഓക്കെ, ദെൻ മെഡിക്കൽ ബെനിഫിറ്റുകളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ ട്രീറ്റ്മെന്റും കൂടാതെ മെമ്പേഴ്സ്, ഈ പറയുന്ന ESIയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ മെഡിക്കൽ കവർ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കവറേജ് കിട്ടുന്നു. ആൻഡ് ഓൾസോ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ആംബുലൻസ് സർവീസസിന് അവർക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസുകൾ, ഇൻഡോർ സർവീസസ്, മറ്റ് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള സർവീസസിന് കൊടുക്കുന്ന ഫീസ്, ഇതെല്ലാം തന്നെ ഇവർക്ക് മെഡിക്കൽ ബെനിഫിറ്റ് ആയിട്ട് അത്തരം ആളുകൾക്ക് കിട്ടുന്നു. അതിന്റെ ബെനിഫിറ്റ് ഈ പറയുന്ന ബെനിഫിഷ്യറിക്ക് കിട്ടുന്നതാണ്. മെഡിക്കൽ ബെനിഫിറ്റ്, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റുകൾ, ആംബുലൻസ് സർവീസസ്, ഇൻഡോർ ട്രീറ്റ്മെന്റുകൾ ആൻഡ് ഓൾസോ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റുകൾ, ഇതിനെല്ലാം കവറേജ് കിട്ടുന്നുണ്ട് മെഡിക്കൽ ബെനിഫിറ്റിൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ESIയുടെ ബെനിഫിറ്റുകൾ. അപ്പൊ ESIയുടെ ബെനിഫിറ്റുകളുടെ ഹെഡിങ് ഒക്കെ ഓർത്തിരിക്കുക. സിക്നസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് മറ്റേ ഫീമെയിൽ മെയിൽ ബെനിഫിഷ്യറീസിനുള്ളതാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്ത്രീകൾക്ക് ഉദ്ദേശിക്കുന്നതാണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ടെമ്പററി ആയിട്ട് ഡിസേബിൾഡ് ആയവർക്കുള്ളതാണ്. ഫ്യൂണറൽ ബെനിഫിറ്റ് മരിച്ചുപോയ ആളുടെ കുടുംബത്തിന്റെ ഏറ്റവും എൽഡസ്റ്റ് പേഴ്സണ് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റ്, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റുകൾ, സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റ്, ആംബുലൻസ് സർവീസ്, ഇൻഡോർ ട്രീറ്റ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റലിനും ഇൻഷുറൻസിലും ഒത്തിരി എന്താ പറയാ അവർ ലിങ്ക്ഡ് ആണ് അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും ആക്സിഡന്റും ഒക്കെ വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായ ആളുകളെല്ലാം സമീപിക്കുന്നത് ഹോസ്പിറ്റൽസിലെ ഇൻഷുറൻസ് ഡെസ്കിനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ് ഡെസ്കുകൾ നമ്മുടെ ഹോസ്പിറ്റൽസിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഷുറൻസിന്റെ ക്ലെയിമുകളൊക്കെ വാങ്ങിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക്, അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ അറിയണം. ഇതൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽസിൽ, ഇതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. ഓക്കെ, മനസ്സിലായോ? ഈ ബെനിഫിറ്റുകളെല്ലാം ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? പോയിക്കോട്ടെ അടുത്തതിലേക്ക്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ESIയുടെ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ഓൾസോ ദ എംപ്ലോയി. ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നത് എംപ്ലോയറും എംപ്ലോയും കൂടി ചേർന്നാണ്. എംപ്ലോയർ എത്ര കൊടുക്കുന്നതെന്ന് പറഞ്ഞ് 3.25% ഓഫ് ദ വേജ് ബിൽ അല്ലെ. അപ്പൊ ഈ 3.25% വേജസിന്റെ ആ പറയുന്ന എംപ്ലോയിയുടെ വേജ് എത്രയാണോ അതിന്റെ 3.25% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ എംപ്ലോയി ആളുടെ വേജിന്റെ 0.75% അങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത് രണ്ടും കൂടി ചേർന്ന് ഒരുമിച്ചുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ പറയുന്ന ESIയുടെ ഒരു പാർട്ട് ആകുമ്പോൾ ആളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെ അടയ്ക്കേണ്ട ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ESIയിൽ how we calculate the contribution made by the employer and employee. എംപ്ലോയറും എംപ്ലോയിയും ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന തുക എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് ഒരു ആളുടെ വേജസ് എന്ന് പറയുന്നത് ഇറ്റ്സ് INR ₹20,000. INR എന്താണത്? INR എന്താ? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ് INR. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മൂല്യം. അത് 20,000 രൂപയാണ് ഒരാളുടേതെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 21,000 രൂപയിൽ കൂടുതലുള്ളവർക്ക് കിട്ടില്ല എന്ന് അല്ലെ. ഇതിനകത്ത് ഭാഗമാകാൻ പറ്റില്ല. 21,000 രൂപയിൽ താഴെ വേജസ് വാങ്ങിക്കുന്ന ആളുകൾക്കാണ്, മന്ത്ലി വാങ്ങിക്കുന്നവർക്കാണ് ESIയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് നമ്മൾ തൊട്ട് മുന്നിൽ ആ പോയിന്റുകൾ പറഞ്ഞപ്പോ പറഞ്ഞു. അപ്പൊ how it is calculated, എങ്ങനെയാണ് ആ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് at the rate of 3.25% ആണ്. അറ്റ് ദ റേറ്റ് ഓഫ്, ഒരു ഇട്ടിട്ട് നിങ്ങൾ ചുറ്റൊരു വട്ടം വന്നൊക്കെ കണ്ടോ എങ്ങനെ വായിക്കണം? അത് അറ്റ് ദ റേറ്റ് ഓഫിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് അത്. ഓക്കെ, അപ്പൊ 3.25% നിരക്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20,000 into 3.25
500 അല്ലെങ്കിൽ 3.25%. ഇപ്പൊ മറ്റേ ഫോണിലൊക്കെ പെർസെന്റേജിന്റെ സൈൻ ഉണ്ട്, 3.25% കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 650, 650 അതേപോലെ തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതേ 20,000ന്റെ 0.75% ആണ്. 20,000 into 0.75%. It is 150, 150. And both of these constitute rupees 800. ഇത് രണ്ടും കൂടി ചേർന്ന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയായി? 700 രൂപ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ എല്ലാവരും? കാൽക്കുലേറ്റ് ചെയ്തോ? ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? അല്ലേ? കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതൊരു കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് അറിയണം ഇത്ര ESIയുടെ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ആരൊക്കെയാണ്, അത് എത്രയൊക്കെ വീതമാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളോടെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. അപ്പൊ നമ്മള് ഗവൺമെന്റ് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തിനായിരിക്കാം? അതായത് കുറെ അപ്പീസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, കുറെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്. ആരെ? ഇത് കുറെ ബിലോ പോവർട്ടി ലൈനിൽ കിടക്കുന്ന കുറെ ആളുകളുണ്ട്, ഫാക്ടറി വർക്കേഴ്സ്. അവർക്കൊക്കെ നിത്യവൃത്തിക്ക് കിട്ടുന്ന ആ കൂലി തന്നെ അവരുടെ ഡെയിലി എന്താ പറയാ കാര്യങ്ങള് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ തന്നെ തികയില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചില വളരെ ലോ കോസ്റ്റിലൊക്കെ കുറെ എന്താ പറയാ ഇതുപോലുള്ള ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ SHI അങ്ങനത്തെ ഒരെണ്ണമായിരുന്നു, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ESI ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമായിരുന്നു എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടു. അപ്പൊ ഇനി നമ്മൾ മൂന്നാമത്തെ പഠിക്കാൻ പോവാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, CGHS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻഷുറൻസ് സ്കീം. ഇതും പഴയ ഇൻഷുറൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻഷുറൻസ് ഒക്കെ പണ്ട് തുടങ്ങിയൊക്കെ ഉണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ എന്താ പറയാ. പക്ഷെ ഇത്രയധികം പോപ്പുലാരിറ്റി നേടാൻ തുടങ്ങിയത് അടുത്ത കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത കുറച്ച് ചിലപ്പോൾ ഡിക്കേഡ്സ് ഒക്കെ ആയിട്ടേ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലെ. കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് തുടങ്ങിയാണ് ഇതിന് ഇത്രയും പോപ്പുലർ ആയത്. കാരണം ഈ പറഞ്ഞ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമുക്കുണ്ടാകുന്ന പല കാര്യങ്ങളൊക്കെ ഡിസീസസ് ഒക്കെ ഇങ്ങനെ പെരുകാൻ തുടങ്ങിയ കാലഘട്ടം തുടങ്ങിയാണ് ഈ ഇൻഷുറൻസുകൾക്കും ഇത്രയധികം പോപ്പുലാരിറ്റിയും ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ. ഇൻഷുറൻസ് ഉണ്ടെന്നും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽസിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഇത്രയും രോഗങ്ങൾ പെരുകാനും ഇത്തരം ആക്സിഡന്റുകൾ പെരുകാനൊക്കെ തുടങ്ങിയപ്പോഴാണ്. കാരണം തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മുടെ ലൈഫിന് യാതൊരു സെക്യൂരിറ്റിയും ഇല്ല, സേഫ്റ്റിയും ഇല്ല. അപ്പൊ അത്തരം ആ ബോധ്യങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ ആളുകൾക്ക് കിട്ടി തുടങ്ങിയപ്പോ അവർക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ഇത് ഇപ്പൊ ഭയങ്കര വലിയ എമൗണ്ട് ആണ്. ഹോസ്പിറ്റൽസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ 1-2 ദിവസമൊക്കെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും അങ്ങനെ തന്നെ കിടക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. കാരണം അവിടെ ബില്ലൊക്കെ കാണുമ്പോഴേ അതാണ്. അപ്പൊ ഇത്രയും എന്താ പറയാ ഓൾഡസ്റ്റ് ഫോം ആയിട്ടുള്ള മറ്റൊരു ഇൻഷുറൻസ് ആണ് CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1954. 1954 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ കറന്റ്ലി ആണ് ഇതിന് വളരെ ഇഫക്റ്റ് ആയത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്പെഷ്യലി ലോഞ്ച്ഡ് ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഇൻഷുറൻസ്. എന്ന് വെച്ചാൽ പുതിയത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് പുതിയതായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാർക്കും പെൻഷൻ പറ്റുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഒരുപാട് ലാർജ് വോളിയം ഓഫ് ബെനഫിഷ്യറീസ് ആണ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരെല്ലാവരും വരും, പിന്നെ പെൻഷനേഴ്സ് വരും, പിന്നെ കൂടാതെ കുറെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ട്. ഹു ആർ ദ ബെനഫിഷ്യറീസ് ഓഫ് CGHS. CGHS എന്ന് പറയുന്ന ഹെൽത്ത് സ്കീമിന്റെ ഭാഗമാകുന്ന അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന കുറെ ആളുകളെ കുറിച്ച് വീണ്ടും അവിടെ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടാ. CGHSന്റെ ഫുൾ ഫോം 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്നത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. ആ ഒരു സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ചെയ്തോ? ഇനി let us see who are the beneficiaries. ഈ CGHSന്റെ ബെനഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അറിയണ്ട്, നിങ്ങൾ അതിന്റെ പേരുകളൊക്കെ പഠിച്ചാൽ മതി. ആരൊക്കെയാണ് ഈ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അർഹതയുള്ളവർ ആരൊക്കെയാണ് അത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ സർവൻസിനും ഇതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് സ്കീമില് ബെനിഫിഷ്യറി ആകാം. പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്, ഫാമിലി മെമ്പേഴ്സ്, അതായത് പെൻഷൻ കിട്ടുന്നവര് ഫാമിലി മെമ്പേഴ്സ് അവർക്കും പറ്റും. ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, പാർലമെന്റ് മെമ്പേഴ്സ് അവർക്കും ഈ ഒരു സ്കീമിലെ ഭാഗമാകാവുന്നതാണ്. ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഓണറബിൾ ജഡ്ജിനും ഇതിന്റെ ഒരു എന്താ പറയാ അവൈലബിലിറ്റി ബെനിഫിറ്റ് പറ്റാവുന്നതാണ്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS, CGHSന്റെ കവറേജ് കിട്ടുന്ന മറ്റൊരു വിഭാഗമാണ് ആര്, എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ്. ഓട്ടോണമസ് ബോഡീസ് എന്താ, അതായത് ദ ബോഡീസ് ദോസ് ഹു ക്യാൻ കൺട്രോൾ മാനേജ് ദംസെൽസ്, അവർക്ക് അവരെ തന്നെ ഭരിക്കാനും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം, ഒരു കഴിവ് ഉള്ള ബോഡീസ്, അങ്ങനെയുള്ള കമ്പനീസ്, അതിനെയാണ് ഓട്ടോണമസ് കമ്പനീസ് ഓർ ബോഡീസ് എന്ന് വിളിക്കുക. അതായത് ചില ഓട്ടോണമസ് കോളേജസ് എന്ന് കേട്ടിട്ടില്ലേ, അത് ഗവൺമെന്റ് കോളേജിന് തത്തുല്യമായിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഓട്ടോണമസ് ബോഡി, ഓട്ടോണമസ് കോളേജ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ബോഡീസ്, അതുപോലെയുള്ള കമ്പനീസ് കേട്ടോ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും അതിനകത്തെ പെൻഷനേഴ്സിനും ഇതിന്റെ അകത്ത് കവറേജ് ഉണ്ട്. പിന്നെ ഫോർമർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടും അതുപോലെ തന്നെ ഫോർമർ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ടും, ഹൈക്കോർട്ടിന്റെയും സുപ്രീം കോർട്ടിന്റെയും മുൻ ജഡ്ജികൾ അവർക്കും ഇതിന്റെ ഭാഗമാകാം. ഫ്രീഡം ഫൈറ്റേഴ്സിന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ എംപ്ലോയീസ് ഓഫ് റെയിൽവേ ബോർഡ് ജേർണലിസ്റ്റ്, അതായത് പ്രസ് അസോസിയേഷനിലൊക്കെ, റെയിൽവേ ബോർഡിന്റെ പ്രസ് അസോസിയേഷനിലെ ജേർണലിസ്റ്റുകൾ, എഴുത്തുകളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതുന്ന ജേർണലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ്, അതിനകത്തെ ജേർണലിസ്റ്റ് എംപ്ലോയീസിനും ഇതിനകത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസിനും ഈ പറയുന്ന CGHSന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ അർഹതപ്പെട്ടവര്, അതായത് നമ്മുടെ CGHSന്റെ ബെനിഫിറ്റിന് അർഹതയുള്ള ആളുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ബെനിഫിഷ്യറീസിന്റെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫുള്ളായിട്ട് അറ്റം വരൊന്നും വേണ്ട. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, പിന്നെ എംപ്ലോയീസ് ആൻഡ് pensioners of autonomous bodies, former judges of Supreme Court, High Court, freedom fighters, civilian employees of defense and employees of railway board journalists. അങ്ങനെ പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ക്ലിയർ ആകാതൊക്കെ നമുക്ക് അങ്ങനെ അറിയണ്ട. ഇതൊക്കെ പേരുകളാണ്, ആ ബെനിഫിറ്റ് ആർക്കൊക്കെ കിട്ടുന്നു. അതിന് ഇനി വലിയ കാര്യമായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാനില്ല. അതൊക്കെ ഒന്ന് നമ്മൾ അറിയണം എന്തായാലും ആർക്കൊക്കെയാണ് ഈ പറയുന്ന ESIയുടെ ബെനിഫിറ്റ് ആർക്കാ കിട്ടുക, അല്ലെങ്കിൽ CGHSന്റെ ബെനിഫിറ്റ് ആർക്കാ കിട്ടുക. ഇനിയും നമ്മൾ പറയാൻ പോകുന്ന മറ്റ് ഇൻഷുറൻസ് സ്കീം ഉണ്ടെങ്കിൽ അതിലേക്ക് ബെനിഫിഷ്യറീസിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, ഇനി എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ ഈ പെൻഷനേഴ്സിനും ഒക്കെ എന്ത് ബെനിഫിറ്റുകളൊക്കെയാണ് കിട്ടുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്തുള്ള ബെനിഫിറ്റ് CGHSലെ ബെനിഫിറ്റ് ആണ്. ESIയിലെ ബെനിഫിറ്റ് നമ്മൾ കണ്ടു, സിക്നസ്, എക്സ്റ്റൻഡഡ് സിക്നസ്, എൻഹാൻസ് സിക്നസ്, മെറ്റേണിറ്റി, ഫ്യൂണറൽ, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു. ഇവിടെ എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് കവർ ഫോർ PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കവറേജ് കിട്ടും. എന്ന് വെച്ചാൽ എന്താ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കേട്ടിട്ടില്ലേ? പ്രോവിഡന്റ് ഫണ്ട് മിക്ക ഓർഗനൈസേഷൻസും അതിലെ ജോലിക്ക് കയറുന്ന ആളുകൾക്കൊക്കെ PF കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ PF എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുന്നു, പിടിച്ചവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്നു അല്ലെ. അപ്പൊ നമ്മളുടെ സാലറിയിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എവിടെ നിന്നും കിട്ടും, ആ ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്നും അതും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് രണ്ടും കൂടി ചേർത്ത് നമ്മുടെ PF എമൗണ്ട് ആയിട്ട് അവിടെ കിടക്കും. അത് ഇത്ര വർഷം വരെയൊക്കെ അവിടെ ഇട്ടിരിക്കും. വർഷാവർഷം ഒന്നും എടുക്കില്ല. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അവരുടെ റിട്ടയർമെന്റിന്റെ സമയത്തോ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും കൊടുക്കാം. ചില ഓർഗനൈസേഷൻസ് അത് ഇത്ര വർഷം കൂടുമ്പോൾ, ചിലപ്പോൾ 10 വർഷം എന്നോ ഒരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്ര വർഷം കഴിയുമ്പോഴായിരിക്കും അത് എടുത്തിട്ട് ആൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നടത്താനുള്ള എമൗണ്ട്
പിന്നെ മാത്രമല്ല അവർക്ക് ട്രീറ്റ്മെന്റ് ഈ ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷനേഴ്സിനുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ്, പിന്നെ അവർക്ക് മെഡിസിൻസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ, ഇതെല്ലാം നമ്മുടെ CGHSന്റെ കീഴിൽ സ്കീമിനകത്ത് കവറേജിൽ വരുന്നതാണ്. പിന്നെ ഓൾസോ കൺസൾട്ടേഷൻ ഫോർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഇവർക്ക് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ കാണണമെങ്കിൽ അതിന് എന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള കവറേജ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്നു. പിന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ എംപാനൽഡ് ഹോസ്പിറ്റൽസും അവർക്ക് കിട്ടുന്ന ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അകത്ത് ഹോസ്പിറ്റലിനകത്ത് തന്നെ, അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ മറ്റു ചില ഹോസ്പിറ്റലുകളുടെ പേരും പറയുന്നുണ്ട്. എംപാനൽഡ്, വാട്ട് ഡു യു മീൻ ബൈ ഇറ്റ്? എന്താണ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ? എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇതുപോലെയുള്ള രോഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലേ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് തരുമോ? തരില്ല അല്ലെ? ചിലടത്ത് അവർ പറയും അപ്പൊ നമ്മൾ തന്നെ നമുക്ക് തന്നെ അറിയാം. കാരണം there will be some list of hospitals. അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് ഉണ്ട്. ഇന്ന ഹോസ്പിറ്റൽസിലൊക്കെയാണ് ഇന്ന ഇൻഷുറൻസ് പദ്ധതികൾ, എന്താ പറയാ, ഇൻഷുറൻസിന്റെ ക്ലെയിമുകൾ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ എന്ന് അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസിന് പറയുന്ന പേരാണ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന്. അത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് നോക്കി അന്വേഷിച്ചിട്ടാണ് ആ പേഷ്യന്റിന്റെ ക്ലെയിം ഉള്ളതാണ്. അതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഇന്നോടത്ത് പോകാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് അവിടെ ക്ലെയിം കിട്ടില്ല. ക്ലിയർ ആണോ പറയുന്നത്? അതിനെയാണ്, അത്തരം ഹോസ്പിറ്റൽസ് ആണ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി കവർ ഫോർ ഫാമിലി വെൽഫെയർ. ഇനി അവരുടെ കുടുംബക്ഷേമത്തിനുള്ള ചില, അത് തന്നെ ചില ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. മദർ കണ്ടുപോയ ഓക്കെ. അപ്പൊ എന്താ പറയാ, ഫാമിലി വെൽഫെയർ സർവീസസ്. ഇനി എന്താ പറയാ, അവരുടെ കുടുംബക്ഷേമത്തിന് ഗവൺമെന്റ് ജോലിക്കാരനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചില എന്താ പറയാ ഫിനാൻഷ്യൽ ഒരു കോട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ചില കവറേജുകളും ഈ പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CGHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റി എക്സ്പെൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യ മറ്റ് ചെലവുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനുള്ള കവറേജും CGHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കവർ ഫോർ ആയുഷ്. ആയുഷ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്, ആയുഷ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ കൂടി ചേർന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ആയുഷിനെ നമുക്ക് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് എടുത്താൽ ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി, ഇങ്ങനെയുള്ള ഈ ഏത് ട്രീറ്റ്മെന്റിലാണോ പോകുന്നത് അതിനൊക്കെ ഉള്ള കവറേജും ഈ പറയുന്ന ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള കവറേജ് CGHS ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്. CGHSന്റെ ഭാഗമായാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ്. PPF കവറേജ്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്, മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് കൺസൾട്ടേഷൻ ഇൻ സ്പെഷ്യലിസ്റ്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതായത് നമുക്ക് സ്പെഷ്യലിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അതിനുള്ള കവറേജ്. ട്രീറ്റ്മെന്റ്, ഇൻഡോർ ട്രീറ്റ്മെന്റ് ബോത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ എംപാനൽഡ് ഹോസ്പിറ്റൽസിലും. കവർ ഫോർ ഫാമിലി വെൽഫെയർ, കവർ ഫോർ മെറ്റേണിറ്റി ആൻഡ് കവർ ഫോർ ആയുഷ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ഏരിയയാണ്. ആ കവർ ഫോർ ആയുഷ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ കൂടിയും ചെയ്തു വെച്ചേക്കുക. കാരണം ആയുഷിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വന്നേക്കുന്ന വേർഡുകൾ അവർ ചോദിക്കാറുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ആയുഷിനകത്ത്? Y എന്താണ്, ചിലപ്പോ U എന്താണ്, S എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മുടെ CGHSന്റെ കയ്യിൽ, അപ്പൊ CGHS എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നും CGHSന്റെ ബെനഫിഷ്യറീസ് ആരാണെന്നും എന്തൊക്കെ ബെനിഫിറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നും പറഞ്ഞു. തീർന്നിട്ടില്ല CGHSനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനി പറയാണ് CGHS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ പാർട്ടായി കഴിയുമ്പോൾ ഗവൺമെന്റ് ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഭാഗമാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡന്റിന്, ഇപ്പൊ ബെനിഫിഷ്യറി ചിലപ്പോ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആള് ചിലപ്പോൾ മരണപ്പെട്ടു പോയാൽ ആളുടെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളുടെ ഡിപ്പെൻഡന്റിനാണ്, അല്ലെങ്കിൽ നോമിനി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അവർക്കാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിൽ ബി പ്രൊവൈഡഡ് എ പ്ലാസ്റ്റിക് ID കാർഡ്, ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ID കാർഡ് ഉണ്ട്. ID കാർഡ് ഇല്ലാത്തൊരു കാര്യമില്ല. ആധാർ കാർഡ്,
അല്ലെ, പിന്നെ ATM കാർഡ്, ഡെബിറ്റ് കാർഡും ഉണ്ട്, ക്രെഡിറ്റ് കാർഡും ഉണ്ട്, പിന്നെ പാൻ കാർഡ്, ഇല്ലാത്ത കാർഡൊന്നും ഇല്ല അല്ലെ, പിന്നെ നമ്മുടെ ഇലക്ഷൻ ID കാർഡ്, അങ്ങനെ പിന്നെ ഓരോ ബാങ്കുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ID കാർഡ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതെല്ലാം എന്താ പറയാ കാർഡുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ CGHS എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇതിലും ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു പ്ലാസ്റ്റിക് ID കാർഡാണ്. ഇത് ഫോട്ടോ, നമ്മുടെ ഫോട്ടോ ഒക്കെ പതിച്ചിട്ടുള്ള ഒരു കാർഡാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അങ്ങനെ ഒരു കാർഡ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും, ഒരു നമ്പർ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ നമ്പർ. യൂണിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റപ്പെട്ടത്, എല്ലാവർക്കും ഒരേപോലത്തെ അല്ല, പല പല നമ്പേഴ്സ് ആയിട്ട് ഒരാൾക്ക് ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു യൂണിക് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ whatever facilities you are availing from CGHS-ന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവരെ സമീപിക്കുമ്പോൾ we have to produce that card. ആ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് ആണ് അവരെ സമീപിക്കേണ്ടത്. ആ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് സേവനങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം. അപ്പൊ കാർഡ് മസ്റ്റ് ആണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ കാണിച്ചാൽ അത് തന്നെ ആ കാർഡ് കാണിച്ചാണ് നമ്മൾ അതിന്റെ ക്ലെയിമുകൾക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ കാർഡ് വേണം. CGHS-ന്റെ കാർഡ് ഉള്ളവര് അത് പ്രൊഡ്യൂസ് ചെയ്യണം അവിടെ അല്ലെ. ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ ബാങ്കിന്റേതായ ഡീറ്റെയിൽസ് കാണിക്കാനുള്ള ഡോക്യുമെന്റ് കൊണ്ടാണ് പോണത് അല്ലെ, വെറുതെ പോകില്ല. വെറുതെ പോയാൽ നമ്മളെങ്ങനെ അവിടെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് അക്ഷയ കേന്ദ്രത്തിൽ പോകുന്നു, ആധാർ കാർഡ് ചോദിക്കും അവര്. ആധാർ കാർഡ് വേണം നമ്മളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആധാർ കാർഡിനകത്ത് ആഡ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഒക്കെ പോകണമെങ്കിൽ എന്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അവിടെ ഓടിച്ചെന്ന് അവിടെ ഇരുന്ന് കൊടുത്താൽ പോരാ അല്ലെ, നമ്മൾ അതിന്റെ പ്രൂഫുമായിട്ടാണ് പോവുക. അങ്ങനെ പലതിനും നമ്മൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ CGHS-ന്റെ ബെനിഫിഷ്യറി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആ കാർഡ് നമ്മൾ എടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവൈൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകണം. ഇനി ഈ കാർഡിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു വൈറ്റ് കാർഡാണ്, പ്ലാസ്റ്റിക് ID കാർഡ് വിത്ത് ഫോട്ടോ വിത്ത് യൂണിക് നമ്പറും ഫോട്ടോ ഒക്കെ ഉള്ള ഒരു കാർഡാണ് നമ്മളുടെ ഈ പറയുന്ന CGHS കാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ കാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കാർഡ് ആണെങ്കിലും ഇതിന്റെ മുകളില് ഒരു എന്താ പറയാ പല കളേഴ്സിലുള്ള സ്ട്രൈപ്സ് ഉണ്ടായിരിക്കും. ആ പല കളർ എന്ന് പറയുന്നത് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. യെല്ലോ, ബ്ലൂ, ഗ്രീൻ, റെഡ്, ഇങ്ങനെ 4 കളേഴ്സിലുള്ള ഒരു കാർഡായിരിക്കും. ഈ കാർഡിന്റെ കളർ വൈറ്റ് ആണ്, പക്ഷെ അതിൽ സ്ട്രൈപ്സ് ആണ്, ഇങ്ങനെ വര. ഈ വര റെപ്രസെന്റ് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിനാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, പെൻഷനേഴ്സ് ഉണ്ട്, പിന്നെ കുറെ ബെനിഫിഷ്യറീസിന്റെ പേര് പറഞ്ഞു. ഇത് ആരാണെന്ന് അറിയണ്ടേ? എല്ലാ ബെനിഫിഷ്യറിയും ഒരുപോലെയല്ല. അപ്പൊ ഏത് ആളുകൾക്ക് ഏത് ടൈപ്പ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ആ സ്കീമിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അത് വ്യത്യാസമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്ട്രൈപ്സ് അതിന്റെ പൊക്കത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെ കളറാണ് ഉള്ളത്? യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഓക്കെ, ഇനി ഓരോ കാർഡും എന്തിനു വേണ്ടിയിട്ടാണ്, ആരെയാണ് സൂചിപ്പിക്കുക, ആരെ ഐഡന്റിഫൈ ചെയ്യാനാണ്? യെല്ലോ കാർഡ് ഓട്ടോണമസ് കമ്പനിയുടെ ജേർണലിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാനാണ്. യെല്ലോ സ്ട്രൈപ്പ് ആണെങ്കിൽ മനസ്സിലാക്കണം ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനി. ബ്ലൂ കാർഡ് സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, ആ ഗവൺമെന്റ് എംപ്ലോയി അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതായത് റിട്ടയറൊന്നും ആയിട്ടില്ലാന്ന്, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് ബ്ലൂ കാർഡിന്റെ ഉടമ. റെഡ് സ്ട്രൈപ്പ് ഉള്ള കാർഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണെന്ന് കാണിക്കാനാണ്. മെമ്പർ ഓഫ് പാർലമെന്റ് ആണെന്ന് കാണിക്കാനാണ് ഏത് റെഡ് സ്ട്രൈപ്സ് ഉള്ള കാർഡ്. ആൻഡ് ഗ്രീൻ കാർഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പെൻഷനർ, ex-MP, റിട്ടയർഡ് പേഴ്സണൽ ആൻഡ് ഓൾസോ ഫ്രീഡം ഫൈറ്റർ. ഈ വിഭാഗത്തിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാനാണ് ഗ്രീൻ സ്ട്രൈപ്സ് ഉള്ള കാർഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? യെസ്. ആ കാർഡുകളൊന്ന് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കോ പെട്ടെന്ന്, ഒരു വായിച്ചു നോക്കിയോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എനി ഡൗട്ട്? ഇല്ല. അപ്പൊ നോക്കാം, ഇനി ഈ CGHS കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ
ഈ CGHS കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ടൈം വരെയോ ഈ പറയുന്ന CGHS കാർഡിന് വാലിഡിറ്റി ഉള്ളൂ. പക്ഷെ വി ക്യാൻ എക്സ്റ്റെൻഡ് ദ വാലിഡിറ്റി ഓഫ് ദിസ് കാർഡ്. ഈ കാർഡിന്റെ വാലിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. എന്ന് വെച്ചാൽ പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡുകളിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം. എപ്പോ മാറ്റണം? ബിഫോർ എ ഇയർ ഓർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ആ പറയുന്ന ജോലി അല്ലെങ്കിൽ ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം അത് നമ്മൾ എന്ത് ചെയ്തോളണം, റിന്യൂ ചെയ്യണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. റിട്ടയർമെന്റ് പീരീഡിലേക്ക്, പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡിലേക്ക് കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ കാർഡിനുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ടത് റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന സൗകര്യം പോലെ ചെയ്യാന്നല്ല, റിട്ടയർമെന്റിന് തൊട്ട് മുന്നത്തെ ഒരു വർഷം മുമ്പ് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി, CGHSന്റെ വാലിഡിറ്റി റിട്ടയർമെന്റ് പീരീഡ് വരെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് CGHS, ഇത്രയും ഗവൺമെന്റിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് 2-3 ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വീണ്ടും മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ് RSBY എന്ന് നിങ്ങൾ പൊതുവെ കേട്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സ്കീം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന RSBY എന്നായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുക, അല്ലെ? അങ്ങനെയല്ലേ കേട്ടേങ്ങളെ? RSBY എന്നല്ലേ നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്ന. ഈ പറയുന്ന ഫുൾ ലെങ്ത് ഓഫ് കേട്ടിട്ടും കൂടി ഇല്ല, കേട്ടിട്ടില്ല. ഈ അല്ല ഇങ്ങനെ നീണ്ട് കേട്ടിട്ടില്ലേ? ഒത്തിരി ഈ ഒരു സ്കീമാണ് കൂടുതലും ആളുകൾ കേട്ടിട്ടുണ്ടാകുക, എനിക്ക് തോന്നുന്നത്. കേട്ടിട്ടില്ല, കുറച്ച് പേര് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ CGHS ഒക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് നമ്മൾ ആളുകൾ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അതത്ര അങ്ങോട്ട് കേട്ടിട്ടില്ലെങ്കിലും നമ്മളൊരു ആവറേജ് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഈ പറയുന്ന വിഭാഗമാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുക. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന RSBY കാർഡ് ഉണ്ടോ എന്നൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ വേറെ ആരോടെങ്കിലൊക്കെ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, CGHS കേട്ടിട്ടുണ്ട്. ഓക്കെ, ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒക്കെ ആയിട്ട് ഒത്തിരി അടുപ്പുള്ള ആളുകൾക്കൊക്കെ അവരെ അത്തരം സ്കീമുകളെ കുറിച്ച് കേൾക്കാൻ പറ്റും, അല്ലെ? അത് അങ്ങനെ മനസ്സിലാക്കിയതേ ആകാം. അപ്പൊ ഇത് നോക്കാം, ഇതും മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അതെ, ഓക്കെ, ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്കീം എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഗവൺമെന്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു സ്കീമാണ് RSBY എന്ന് പറയുന്നത്. ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1 April 2008. 2008 ഏപ്രിൽ 1 ഈ ഒരു രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന RSBY ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുവന്നത്. അത് അത്ര അധികം നാളൊന്നും ആയിട്ടില്ല. മറ്റേതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1948ലും 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്കീമുകളാണ് നേരത്തെ പഠിച്ചതൊക്കെ. അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി എന്താ പറയാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഈ RSBY എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇത് ആരെ സപ്പോർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആർക്ക് കവറേജ് കൊടുക്കാനാണ്? ബിലോ പോവർട്ടി ലൈൻ ആളുകൾക്ക്, അതായത് BPL ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനാണ് എസ്പെഷ്യലി ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദോസ് ആർ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പല അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിലും ജോലി ചെയ്യുന്ന, അത്ര വലിയ ഓർഗനൈസ്ഡ് സെറ്റപ്പ് വലിയ സംരംഭങ്ങളും വരെ അത്ര എന്താ പറയാ പേരെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെയും BPL ഫാമിലീസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഇൻഷുറൻസിന്റെ കവറേജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് RSBY എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയിരിക്കുന്നത്. കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ്. 1 April 2008 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് RSBYയിൽ കിട്ടുന്ന കവറേജുകൾ, എന്റെ ബെനിഫിഷ്യറീസിന് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഇനി നമ്മൾ പറയുന്നത്. സം ഇൻഷുർഡ് ഓഫ് ₹30,000 ഫോർ എ വർക്കർ. ഒരു ജോലിക്കാരന് 30,000 രൂപ എന്ന നിരക്കില്, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരന് 30,000 രൂപ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തില്
അവർക്ക് അത്തരം മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തില് അവരുടെ ഫാമിലി മെമ്പേഴ്സിനും വർക്കർക്കും ഒരു 30,000 രൂപ വരെ അവർക്ക് എന്ത് ചെയ്യുന്നത് സം അഷ്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടി വരുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എക്സിസ്റ്റിംഗ് ഡിസീസസ് ആയിട്ടുള്ള ഏർലിയർ ആയിട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കുള്ള കവറേജും കൊടുക്കും. ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സ്കീമിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ആ പങ്കെടുക്കുന്നതിന് മുമ്പേ തന്നെ രോഗങ്ങൾ അവർക്ക് ഉണ്ടെന്ന് വിചാരിക്കും. ആ രോഗങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചു, IRDA പറഞ്ഞിരിക്കുന്ന ചില എക്സ്ക്ലൂഷൻസിൽ പറഞ്ഞു എക്സിസ്റ്റിംഗ് രോഗങ്ങൾക്ക് കവറേജ് കൊടുക്കില്ല എന്ന്, അല്ലെ? അതായത് നേരത്തെ ഉള്ള അസുഖങ്ങൾക്ക് കവറേജ് കൊടുക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചു, അല്ലെ? പക്ഷെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില രോഗങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ആ പോളിസി എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ RSBYയുടെ കാർഡൊക്കെ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു, അല്ലെങ്കിൽ അത്തരം സ്കീം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി, ഒരു വർക്കറും അയാളുടെ ഫാമിലിയുമാണെന്ന് വിചാരിക്കാം. ആ എന്താ പറയാ പോളിസി എടുക്കുന്ന സമയത്ത്, ആ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെന്ന് വിചാരിക്കാം. നേരത്തെ തന്നെ ഉണ്ട്, അത് അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഈ സ്കീമിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു രോഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആൾക്ക് എന്താ പറയാ ഈ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 2-3 ദിവസം മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ രോഗമൊക്കെ മൂർച്ഛിച്ചു. അപ്പൊ അതിന് കവറേജ് മറ്റെന്തിൽ കൊടുക്കില്ല. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്ന എന്താ പറയാ അത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസ്ഡ് അല്ലാത്തത്, എന്താ പറയാ നമുക്ക് വലിയ അംഗീകാരമില്ലാത്ത മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ, അങ്ങനെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും ചിലതൊക്കെ ഭയങ്കര സ്വകാര്യ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ പോലും ചിലതൊക്കെ പേര് കേട്ടതാ. അത്രയും പേര് കേൾക്കാത്ത അല്ലെങ്കിൽ അത്രയും പോപ്പുലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയും അധികം സേഫ്റ്റിയും സെക്യൂരിറ്റീസും ഒത്തിരി ബെനഫിറ്റുകളും ഇല്ലാത്ത ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പൊ ചില ഓർഗനൈസേഷനിലൊക്കെ പ്രൈവറ്റ് ഫേമുകളിലൊക്കെ ജോലി ചെയ്താൽ അവിടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അതല്ലാത്തതുണ്ട് ചില, അത് പോവുക, അവിടുത്തെ ജോലി ചെയ്യുക, അതിന് കൂലി മേടിച്ച് വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. വേറെ മറ്റ് ബെനിഫിറ്റ് ഒന്നും അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, മറ്റ് അലവൻസുകളില്ല, അതൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ദർ ഇസ് നോ സെക്യൂരിറ്റി ഫോർ ദം. അവർക്ക് മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് യാതൊരു രീതിയിലുള്ള സെക്യൂരിറ്റിയും ഇല്ല. മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും രോഗം നേരത്തെ ഉണ്ടെങ്കിൽ കൂടി അതിന് എന്തെങ്കിലും വയ്യായ്കയൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാലും അതിനും കവറേജ് കിട്ടും. എന്നാൽ എല്ലാ ഇൻഷുറൻസിനും അങ്ങനെ കിട്ടൂല. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ ഭാഗമാകാൻ പോകണം, RSBI അല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൈവറ്റ് പോളിസിയാണ് നമ്മൾ എടുക്കാൻ പോണെന്ന് വിചാരിക്കും, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോവാണ്. അപ്പൊ അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും എന്തൊക്കെ രോഗങ്ങളുണ്ട്, എന്തൊക്കെ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ എന്താ പറയാ മറച്ചു വെച്ചുകൊണ്ട് അവരെ ചീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് പങ്കെടുക്കുകയും 2-3 മാസം കഴിയുമ്പോൾ ആ ഉണ്ടായിരുന്ന രോഗത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തി ഭയങ്കര സീരിയസ് ആയി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മൾ പറയാണ് ക്ലെയിം തരണം ഞങ്ങൾക്ക്. ഈ പറയുന്ന രോഗം പെട്ടെന്ന് അങ്ങനെ പൂജിക്കുന്നതല്ല. ചില രോഗങ്ങളുണ്ട് അതിന്റെ ആ ഒരു ഗാംഭീര്യം ഇങ്ങനെ വളർന്ന് നമ്മളത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ വളർന്ന് സീരിയസ് ആകുന്നതാ. ലൈക്ക് ക്യാൻസർ അല്ലെ, അത് ഫസ്റ്റ് സ്റ്റേജ് ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാകും. അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് മുതൽ ഇയാൾക്ക് ഈ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊന്നും ആ ക്ലെയിമുകൾക്ക് നമുക്ക് എന്താ പറയാ ക്ലെയിം കിട്ടണമെന്ന് പറഞ്ഞ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇൻഷുറൻസ് കമ്പനിയോട്. പക്ഷെ RSBYയില് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് ഓഫ് അപ് ടു ₹1000. ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മൾ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, ആൾക്കപ്പം കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അതിന് വേണ്ട ഫെസിലിറ്റീസ് ഇല്ല. സോ ദ പേഷ്യന്റ് ഹാവ് ടു ബി ലിഫ്റ്റഡ് ട്രാൻസ്ഫേർഡ്. ഈ പറയുന്ന ആളെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ചിലവൊക്കെ വരും. അപ്പൊ ഷിഫ്റ്റിംഗ് എക്സ്പെൻസിനും കവറേജ് കൊടുക്കുന്നുണ്ട് RSBY. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ്, വലിയ ക്യാഷ് ഒന്നും അതിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലാതെയുള്ള ഇൻഷുറൻസ് ആണ്. ഉണ്ടെങ്കിൽ തന്നെ അവിടെ പറയുന്നുണ്ട് ₹30 per annum പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടത് വെറും ₹30, വർഷത്തിൽ ₹30 അടച്ച് ഈ ഒരു RSBY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാനും പറ്റും. അത്രയും ലോ കോസ്റ്റിലാണ് BPL ഫാമിലീസിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു ഇൻഷുറൻസ് സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഗവൺമെന്റിലെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അതൊന്ന് ടിക്ക് ചെയ്യണം. ആ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മുകളിൽ പറഞ്ഞ RSBY അതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഫോർ ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസ്, അങ്ങനെയൊക്കെ പറഞ്ഞേക്കണം. എടുത്ത് പറഞ്ഞേക്കണ സാധനമൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് അതിലൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അണ്ടർലൈൻ ചെയ്തോ?
ഈ പറയുന്ന ആ 6 പോയിന്റുകളും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാട്ടോ. എന്തൊക്കെ ബെനിഫിറ്റ് ആണ് RSDY-യുടേതുള്ളത്. Sum insured of ₹30,000 for a worker, cover for hospitalization expenses, cover for all expenses for diseases existing earlier. നേരത്തെ ഉള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകളൊക്കെ അതിനുള്ള കവറേജ്, ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് up to ₹1,000. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. മാത്രമല്ല പ്രീമിയം പെർ ആനം ₹30 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെർ ആനം മീൻസ് പെർ ഇയർ ആണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. നമ്മുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളുടെ ചില പേരുകളാണ്. ഇത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഒന്ന് അറിഞ്ഞിരിക്കാം. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ്. സ്റ്റാർ ഫാമിലി ഹെൽത്ത്, ഒപ്റ്റിമ പ്ലാൻ എന്ന് പറയുന്ന ഒപ്റ്റിമ പ്ലാൻ ആണത്. സ്റ്റാർ ഫാമിലി ഹെൽത്ത്, ആ പ്ലാനിന്റെ പേര് അതാണ്. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. ക്രിട്ടിക്കൽ ഇൽനെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയുള്ള പാരാലിസിസ് ഒക്കെ ആയി പോകുമ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് റിലയൻസ്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ്, അതുപോലെ തന്നെ ഭാരതി ആക്സ ഒരു സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഇതൊക്കെ നമ്മുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ഇതിന്റെ ഏത് പ്ലാൻ എടുത്താലും അതിന്റെ ബെനിഫിറ്റ്സും അറിയണം, അതിന്റെ എക്സ്ക്ലൂഷൻസും അറിയണം, അതിന്റെ ടേംസ് കണ്ടീഷൻസ് എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ അതിലെ ഒരു ഭാഗമാകാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് മാത്രം നോക്കി ഭയങ്കര നേട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ പിന്നില് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വലിയ എന്തെങ്കിലും എക്സ്ക്ലൂഷൻസ് കൂടി ഉണ്ടെങ്കിൽ അതും കൂടി നോക്കണം. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങിക്കില്ലേ, അപ്പൊ അവര് പറയില്ലേ ഇന്ന സാധനത്തിനൊക്കെ വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട് അല്ലെ, എന്ത് വന്നാലും നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷെ വെള്ളത്തിൽ വീണാൽ മാത്രം എന്ത് ഇല്ല, അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. വെള്ളത്തിൽ വന്നിട്ടുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാന്ന് പറയും അല്ലെ. അപ്പൊ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഫോണൊക്കെ നമ്മളൊക്കെ ഈ പറയുന്ന ഭാഗങ്ങൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നതൊക്കെ ഫ്ലഡൊക്കെ വന്നപ്പോ മുങ്ങിപ്പോയ ആൾക്കാരാ. ഫോണെന്നല്ല, മനുഷ്യന്മാരെന്നെ മുങ്ങിപ്പോയി. ഇപ്പൊ മുങ്ങിയൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്ത് പറ്റി, ഒരു ഫോണും പിന്നെ വർക്ക് ചെയ്യാവുന്ന രീതിയിലായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുത്തു. കാരണം എല്ലാവരും ഫോണൊക്കെ വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോ നമുക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം തകർന്നു അല്ലെ. അപ്പൊ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവര് വെള്ളത്തിൽ ഇതായതുകൊണ്ട് നമുക്ക് ഇതിന് ഒരു ഇതും ഇല്ല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയും അതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തരേണ്ടത്. ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ കുറച്ച് കൂടുതൽ നമുക്ക് സെക്യൂർ ആക്കേണ്ടത് വെള്ളത്തിൽ പോകുന്നതിനും മറ്റൊക്കെയാണ് നമ്മൾ പറഞ്ഞു അവരോട്. പറയാണ് ചില കാര്യങ്ങൾക്ക് അവർ എക്സ്ക്ലൂഷൻസ് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒളിച്ചു പാർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിന്റെ എല്ലാം അറിയണം, എന്നിട്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തേക്ക് നന്നായിട്ട് മനസ്സിലാക്കി വരാം. നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് ESIയുടെ തുടക്കം നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി കുറെ പേരൊക്കെ ചിലപ്പോ മറന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തുടങ്ങി വീണ്ടും പറഞ്ഞത്. ESI എന്ന് പറയുന്നതും അതിന്റെ ബെനിഫിറ്റുകളും അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്. ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളും അതിന്റെ ബെനിഫിഷ്യറീസും അതിന്റെ ബെനിഫിറ്റും പറഞ്ഞു. കൂടാതെ അതിന്റെ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം, CGHS കാർഡ്. പിന്നെ നമ്മൾ RSDY എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്ര വരെ അടുത്ത ദിവസത്തേക്ക് പഠിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? യെസ്. അപ്പൊ അടുത്ത ദിവസം ഇതെല്ലാം സെറ്റ് ആക്കി പഠിച്ചിട്ട് വരാട്ടാ. വായിച്ചിട്ടൊക്കെ ഇരിക്കുക, എല്ലാം നമ്മൾ അറിയണ്ടേ. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, ma'am.